വിദേശ പണമിടപാടിൽ എക്സാലോജിക് എംഡിയും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളുമായ വീണ ടിയെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഹാജരാകാൻ ആവശ്യപ്പെട്ട് സമൻസ് അയക്കും. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ പുതിയ കണ്ടെത്തലുകളുടെ പശ്ചാത്തലത്തിൽ വീണയ്ക്കെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. വീണ 3.49 ലക്ഷം UAE ദിർഹം, അതായത് 85 ലക്ഷം രൂപ ദുബായിലേക്ക് കൈമാറിയിട്ടുണ്ട് എന്ന തെളിവുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് വീണ്ടും ചോദ്യം ചെയ്യുന്നത്. ഒപ്പം ഫെമ കുറ്റം ചുമത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. വിദേശത്തേക്ക് പണം അയക്കാനുള്ള ചട്ടങ്ങൾ പാലിക്കാതിരുന്നതിനാണ് ഫെമ ചുമത്തുന്നത്. വീണയുടെ വീട്ടിൽ നിന്ന് മുൻപ് കണ്ടെത്തിയ ഡയറിയിലെ കയ്യെഴുത്തു കണക്കുകളിൽ 20.05 കോടി രൂപയുടെ ഇടപാടുകളാണ് ED കണ്ടെടുത്തിട്ടുള്ളത്. എക്സാലോജിക് സൊല്യൂഷൻസിന് പിന്നാലെ വീണയ്ക്ക് പങ്കാളിത്തമുള്ള ലേക്കർ ഇന്ത്യ കോർപ്പിന്റെ കോഴിക്കോട്ടെ ഓഫീസ് അടഞ്ഞുകിടക്കുന്നതായി വ്യക്തമായി. ഇതോടെ ലേക്കർ ഇന്ത്യ കമ്പനിയുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ വർദ്ധിക്കുന്നു. വിവാദങ്ങൾ ഭരണപക്ഷത്തെ വരിഞ്ഞുമുറുക്കുമ്പോൾ മുൻ മന്ത്രിയും DYFI നേതാവുമായ PA മുഹമ്മദ് റിയാസിനെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ CPM ശക്തമായ രാഷ്ട്രീയ പ്രതിരോധം തീർക്കുകയാണ്. മെയ് 27-ന് വീണയുടെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത ഡയറിയിൽ നിന്ന് സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ ലഭിച്ചു എന്നായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പ് ഇറക്കിയത്. വീണ 85 ലക്ഷം ദുബായിലേക്ക് കൈമാറിയതിനു പുറമെ 20 കോടിയുടെ കണക്കുകൾ ഡയറിയിൽ ഉണ്ടെന്നും ED വ്യക്തമാക്കിയിട്ടുണ്ട്. വീണയുടെ വിദേശ ഇടപാടുകളിൽ ദുരൂഹതയുണ്ടെന്ന നിഗമനത്തിലാണ് ഫെമ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള തീരുമാനം. കരിമണൽ കമ്പനിയായ CMRLൽ നിന്ന് സേവനങ്ങളൊന്നും നൽകാതെ 2.78 കോടി രൂപ കൈപ്പറ്റിയ കേസിൽ 6ാം പ്രതിയായ വീണയുടെ പാർട്ട്ണർഷിപ്പിൽ പ്രവർത്തിക്കുന്ന ലേക്കർ ഇന്ത്യ കോർപ്പ് എന്ന സ്ഥാപനത്തിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചതാണ് പുതിയ സംഭവവികാസം. 2023-ൽ രജിസ്റ്റർ ചെയ്ത ഈ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിൽ 15,57,414 രൂപയുള്ളതായി മുൻപ് വീണയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ലഭിച്ച രേഖകളിൽ നിന്ന് ED കണ്ടെത്തിയിരുന്നു. പന്തീരാങ്കാവിലെ മണക്കടവ് റോഡിൽ പ്രവർത്തിക്കുന്ന ലേക്കർ ഇന്ത്യ കോർപ്പിൽ പ്രധാനമായും മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണമാണ് നടക്കുന്നത്. പരിശോധന നടന്ന സർജിക്കൽസ് കമ്പനി ഉടമയ്ക്ക് ലേക്കർ ഇന്ത്യയിലുള്ള പങ്കാളിത്തവും ED തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതേ തുടർന്ന് ഇയാളുടെ വീട്ടിലും ബന്ധുക്കളുടെ സ്ഥാപനങ്ങളിലും തെരച്ചിൽ നടത്തി. വീണയുടെ ഡയറിയിൽ നിന്നാണ് EDക്ക് നിർണായകമായ വിവരങ്ങൾ കിട്ടിയത്. ഡയറിയിൽ നിന്ന് ലഭിച്ച നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രമുഖ പരസ്യ ഏജൻസി ഉടമകളുടെ വസതികളിലും തെരച്ചിൽ നടത്തി. ഓഗസ്റ്റ് 18-ന് കോഴിക്കോട്ടെ 9 കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനകളിലാണ് നിർണായക രേഖകളും ഡിജിറ്റൽ ഉപകരണങ്ങളും കണ്ടെത്തിയതെന്നാണ് ED വ്യക്തമാക്കുന്നത്. പരിശോധനയിൽ പിടിച്ചെടുത്ത രേഖകളുടെയും ഡിജിറ്റൽ ഉപകരണങ്ങളുടെയും പരിശോധനയിലാണ് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചത് എന്നാണ് അന്വേഷണ ഏജൻസിയുടെ വിശദീകരണം. പണം ആർക്ക് വേണ്ടി കൈമാറി എന്നതിലടക്കം വിശദമായ അന്വേഷണം ഉണ്ടാകും. മാസപ്പടി ഇനത്തിൽ എക്സാലോജിക് കമ്പനിക്ക് ലഭിച്ച തുക വീണ തന്റെ ഭർത്താവിന്റെ സുഹൃത്തുക്കൾ വഴി മറ്റ് കമ്പനികളിലേക്ക് വകമാറ്റിയിട്ടുണ്ടോ എന്നാണ് ED ഇപ്പോൾ പരിശോധിക്കുന്നത്. വീണ വിജയന്റെ ഡയറിയിൽ 20.05 കോടിയോളം രൂപയുടെ സാമ്പത്തിക ഇടപാടുകളുടെ കണക്കുകൾ ഉണ്ടായിരുന്നുവെന്ന് ED പറയുന്നു. ലഭ്യമായ വരുമാനത്തേക്കാൾ കൂടുതലായ തുകയുടെ ഇടപാടുകൾ നടന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് EDയുടെ ആരോപണം. ഇതിനു പുറമെ മറ്റൊരാളുടെ പേരിലെടുത്ത സിം കാർഡിന്റെ ഫോട്ടോയും വീണയുടെ ഡയറിയിൽ നിന്ന് ലഭിച്ചതായി ED പറയുന്നു. സിം എടുത്തു നൽകിയത് മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തായ DYFI നേതാവ് നന്ദുലാൽ ആണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. 2024 മുതൽ ഇന്റർനെറ്റ് കോൾ ചെയ്യാൻ വേണ്ടിയാണ് വീണ ഈ സിം ഉപയോഗിച്ചിരുന്നത് എന്നാണ് EDയുടെ നിഗമനം. മുഹമ്മദ് റിയാസും വീണയും പറഞ്ഞതനുസരിച്ചാണ് സിം നൽകിയതെന്നും ഇതുപയോഗിച്ച് എന്താണ് ചെയ്തതെന്ന് അറിയില്ല എന്നുമാണ് നന്ദുലാൽ നൽകിയ മൊഴി. സിം കാർഡ് നൽകിയ വ്യക്തിയും അന്വേഷണ പരിധിയിലാണെന്നാണ് വിവരം. ഇതിനിടെ മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. 2021-ൽ റിയാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി വീണ പരസ്യ കമ്പനിയായ സൊലസിന് പണം കൈമാറിയിരുന്നു. CMRLൽ നിന്ന് ലഭിച്ച പണമാണോ സൊലസ് കമ്പനിക്ക് കൈമാറി എന്നതിൽ ED വ്യക്തത വരുത്തും. വീണ വിജയനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ ഹവാല ഇടപാടിന്റെ വിവരങ്ങൾ ലഭിച്ചതായും ED വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. വരുമാനത്തിനപ്പുറമുള്ള തുക വീണ വിജയൻ കൈകാര്യം ചെയ്തതായും അന്വേഷണത്തിൽ കണ്ടെത്തി. മറ്റു വരുമാന സ്രോതസ്സുകൾ ഇല്ലാത്തതായി അന്വേഷണത്തിൽ കണ്ടെത്തിയ വ്യക്തിക്ക് കോടികളുടെ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായതായും ED ചൂണ്ടിക്കാട്ടുന്നു. വീണ വിജയനുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയവരെ കേന്ദ്രീകരിച്ചാണ് സമീപ ദിവസങ്ങളിൽ കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയതെന്ന സൂചനയും അന്വേഷണ ഏജൻസി നൽകി.
ഓഗസ്റ്റ് 18 പരിശോധനയിൽ ഡിജിറ്റൽ ഉപകരണങ്ങളും മറ്റ് രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ദുബായിലേക്ക് പണം കൈമാറിയതുമായി ബന്ധപ്പെട്ട രേഖകൾ, 20.05 കോടിയുടെ ഇടപാടുകളുടെ കണക്കുകൾ, ഹവാല ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നിവ അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിച്ചു വരികയാണ്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവന്നിരിക്കുന്ന പുതിയ കണ്ടെത്തലുകൾ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിൽ നിർണായകമാകുമെന്നാണ് EDയുടെ വിലയിരുത്തൽ. സംഭവത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കുമെന്നും അന്വേഷണ ഏജൻസി വ്യക്തമാക്കി. വീണയുടെ ലേക്കർ ഇന്ത്യ കോർപ്പ് ഓഫീസ് അടഞ്ഞുകിടക്കുന്നതായാണ് വിവരം. കമ്പനി വിവരങ്ങൾ വെള്ള പേപ്പറിൽ പ്രിന്റ് ചെയ്ത് പതിപ്പിച്ച നിലയിലാണ്. കോഴിക്കോട്ടെ ഓഫീസാണ് അടഞ്ഞുകിടക്കുന്നത്. ലേക്കർ ഇന്ത്യയുടെ മാനേജർ പാർട്ണറായ അനീസിന്റെ പേരിലാണ് കെട്ടിടം വാടകയ്ക്ക് എടുത്തത്. 2 നില കെട്ടിടത്തിലെ ഒറ്റമുറിയിലാണ് ലേക്കർ ഇന്ത്യ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. 2023 കെട്ടിടം വാടകയ്ക്ക് നൽകിയതെന്ന് ഉടമ മുഹമ്മദ് അലി പറഞ്ഞു. ലേക്കർ ഇന്ത്യ പാർട്ണർ അനീസിന്റെ പേരിലാണ് വാടക ഉടമ്പടി. കെട്ടിടത്തിലെ സ്ഥാപനം തുടർച്ചയായി പ്രവർത്തിച്ചിരുന്നില്ല. ഇടയ്ക്ക് ചില ആളുകൾ വന്നും പോയും ഇരുന്നു. അനീസ് ഈ അടുത്തും വാടക ഉടമ്പടി പുതുക്കിയിരുന്നു. എന്നാൽ വീണ വിജയനെ പറ്റി അറിയില്ലെന്നും കെട്ടിട ഉടമ മുഹമ്മദ് അലി പറഞ്ഞു. കെട്ടിടത്തിന്റെ 1-ാം നിലയിലെ ഒരു അടഞ്ഞ മുറിയുടെ ചുമരിൽ കമ്പനിയുടെ പേരും GST നമ്പറും വെള്ള പേപ്പറിൽ പ്രിന്റ് ചെയ്ത് പതിപ്പിച്ചിട്ടുണ്ടെന്നതൊഴിച്ചാൽ യാതൊരുവിധ വ്യാവസായിക പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നില്ല. 2 നില കെട്ടിടത്തിലെ ഒറ്റമുറിയിലാണ് ലേക്കർ ഇന്ത്യ എന്ന സ്ഥാപനത്തിന്റെ വിലാസം രേഖപ്പെടുത്തിയിരിക്കുന്നത്. CMRL MD ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്തതിലും SFIO നൽകിയ 134 അനുബന്ധ രേഖകളിലും വീണയിലേക്കെത്തുന്ന സാമ്പത്തിക തെളിവുകൾ ഉണ്ടെന്ന് തന്നെയാണ് EDയുടെ നിഗമനം. അനധികൃത പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ശക്തമായ കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ബാങ്ക് രേഖകളും സാമ്പത്തിക വിനിമയ തെളിവുകളും പരിശോധിച്ച ശേഷം സ്വത്തുകൾ കണ്ടുകെട്ടുന്നതിനായുള്ള നടപടികളിലേക്ക് ED കടക്കുമെന്നാണ് വിവരം. വീണയുടെ പേരിൽ മുൻപുണ്ടായിരുന്ന 16.5 ലക്ഷം രൂപയുടെ ബാങ്ക് നിക്ഷേപങ്ങൾ ഏജൻസി നേരത്തെ തന്നെ മരവിപ്പിച്ചിരുന്നു. വീണയെ അറസ്റ്റ് ചെയ്യുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത. You